അതിനിടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ഇവിടെ. ഒരു ഭയങ്കര റാഷ് ആൻഡ് ഡ്രൈവും പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെക്കിട്ട് കയറും. അവർ ഹിന്ദിക്കാരാണ്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരിലേക്കാണല്ലോ വരുള്ളൂ. പിന്നെ നമ്മളങ്ങനെയൊന്നും പറയാറില്ല. പോലീസാന്ന് പറയാ. പിന്നെ അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളായാലും പിന്നെ വലിയ പ്രശ്നത്തിനൊന്നും നമ്മളങ്ങനെ പോകാറില്ല. പിന്നെ ഇവർ ഒരുപാട് ഇതായി കഴിയുമ്പോൾ ഇഷ്യൂസ് ഇതേപോലെ റാഷ് ആൻഡ് ഡ്രൈവ്, ഇതേപോലെ വണ്ടി കൊണ്ടുവന്ന് പോസ്റ്റ് ഇടിക്കുക. പിന്നെ നമ്മളിവിടെ മുക്കിൽ ഞങ്ങളെല്ലാം പിള്ളേരെല്ലാം നിൽക്കും, രാത്രിയൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കും. അപ്പോൾ സ്പീഡിൽ വണ്ടി കൊണ്ട് വരിക. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ എല്ലാ വീട്ടിലും കുട്ടികളുള്ളതാണ്. നമ്മളിവിടെ പറയും പയ്യെ പോകാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പകൽ റോട്ടിൽ നിന്ന് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ പറയുമ്പോൾ പിന്നെ വേറെ ഇഷ്യൂസിലേക്ക് പോകും. കാര്യം നമ്മൾ കുറച്ച് റാഷായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ എടുക്കുന്ന കേസ് വേറെ ആയിരിക്കും. പിന്നെ ആവശ്യമില്ലാത്ത ഇഷ്യൂസ് നമ്മളായാലും ഇവിടെയൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇവിടെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും എയർപോർട്ട് സ്റ്റാഫ് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പം രാത്രി എപ്പോഴും ഇവിടെ വണ്ടി പോകാറുണ്ട്. ഇതുപോലെ അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എപ്പോഴും അവരുടെ തന്നെ വണ്ടികൾ പോകുന്നുണ്ട്. അതും പയ്യല്ല പോകുന്നത്. അവർ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റേതായ തണ്ടിട്ട് നിൽക്കണം. സീസവാരം ഓൺ ദ ഡ്യൂട്ടിയിലുള്ള ഇവർ നമ്മൾ ഡ്രൈവറുടെ കംപ്ലയിൻ്റ് ആയാലും ഇവർ വന്നിട്ടാണ് നമ്മൾ ചോദ്യം ചെയ്യണം. ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകണം, ഞങ്ങൾ സെൻറ്റർ പോലീസാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഗ്രൂപ്പ് 4-നേക്കാളും മുകളിലുള്ള ഒരു സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് മേളിൽ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയും.